ഹായ് എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സ്നേഹ നമസ്കാരം. പിന്നെ ഒരു വീഡിയോ ഇട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യൂ, ബട്ടണമർത്തൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആളില്ല. കാരണം എൻ്റെ ചാനൽ അത്ര ഒരു ഗംഭീര യൂട്യൂബ് ചാനലൊന്നല്ല. എൻ്റെ ഇതുപോലുള്ള സംസാരങ്ങളും എൻ്റെ കുറച്ച് പാട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ആ രൂപത്തിലുള്ള കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാണാനും കേൾക്കാനും താല്പര്യം ഉള്ള ആൾക്കാർ, എന്നോട് സ്നേഹമുള്ളവർ, എനിക്കറിയാം ഈ കേൾക്കുന്ന എല്ലാവർക്കും എന്നോട് സ്നേഹം എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ബഷീർ സിൽസില എന്നാണ്. ബഷീർ സിൽസില ഒഫീഷ്യൽ പേര് മാത്രം പോരാ, ബഷീർ സിൽസില ഒഫീഷ്യൽ എന്നതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. ജസ്റ്റ് ഒന്ന് കയറിയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണൊക്കെ കേൾക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്നേഹം, സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പാട്ട് വന്ന വഴി. പാട്ട് വരുന്ന വഴി പലതും ഉണ്ടാവും. അങ്ങനെയല്ല, ചില പാട്ടുകൾ വരുന്ന വഴി. പണ്ട് കാലത്ത് മീൻസ് നമ്മുടെയൊക്കെ മുൻകാലങ്ങളിൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയൊരു പാട്ട് സംഭവിക്കുന്നു. അതിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ രചയിതാവ് പാട്ട് എഴുതുന്നു. ആ പാട്ടിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ കൺസെപ്റ്റും എല്ലാം കൂടി സംഗീത സംവിധായകന് കൊടുക്കുന്നു. സംഗീത സംവിധായകൻ അതിനനുസരിച്ച് പാട്ട് കമ്പോസ് ചെയ്യുന്നു, അതിൻ്റെ ട്യൂണ് ചെയ്യുന്നു. പണ്ടത്തെ ദേവരാജ മാഷ പാട്ടുകൾ, ബി ഭാസ്കർ മാഷ എഴുതിയ, പിന്നെ ONV എഴുതിയിട്ടുള്ള, യൂസഫ് കേച്ചേരി എഴുതിയിട്ടുള്ള പാട്ടുകൾ, ദേവരാജ മാഷ്, രവീന്ദ്രൻ മാഷ്, ബാബുക്ക. ഉറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. അപ്പം അത്തരം പാട്ടുകളുടെ, ആ പാട്ട് വന്ന വഴികളുടെ ഒരു അനുഭവം ഞാനതിലനുഭവിച്ച, ബാബുക്ക ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം വന്ന ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. അവസാനം ഒന്നുമില്ലാതെ നഷ്ടപ്പെട്ടു പോയി നമ്മളെ മലയാള സിനിമയ്ക്കും മലയാള സംഗീതത്തിനും. എങ്കിൽ തന്നെയും അദ്ദേഹവുമായുള്ള, അദ്ദേഹത്തിൻ്റെ പാട്ടുമായിട്ടുള്ള ഒരു ബന്ധവും ഒരു സംഗീതവുമായിട്ടുള്ള ബന്ധവും ഒക്കെ കണക്കെടുത്തുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ പാട്ട് വന്ന വഴികൾ, അതിൻ്റെ സംഗീതം, അതിൻ്റെ രചന, അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയാനുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ കൂടെ നിൽക്കാം, വെറുതെ ഒരു രസം, അത്രയും കേട്ടോ. ആദ്യകാലത്തെ എൻ്റെ സംഗീതയാത്രയിൽ, ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ അങ്ങനെ ഒരു പാട്ട് കമ്പോസ് ചെയ്തു. ആ കമ്പോസ് ചെയ്ത പാട്ട് നല്ലൊരാളെ കൊണ്ട് എഴുതിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ആലോചിച്ച് വെച്ചു. അങ്ങനെ പാട്ട് കമ്പോസ് ചെയ്ത് ട്യൂണൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോൾ ഞാനിത് ഡമ്മിയായിട്ട് എൻ്റേതായ ഒരു പൊട്ട വരികൾ, ഡമ്മി വരികൾ ഇങ്ങനെ വെറുതെ പാടി വെച്ചു. അതിങ്ങനെയായിരുന്നു. പിന്നെ ഓണനിലാവ് ഓർമ്മകളിൽ തെളിയും മുറ്റത്തെ ചക്കരമാവില് പൊന്നൂഞ്ഞാലിട്ടൊരു നാളില് മായാതെ മറയാതെ എന്നും എന്നോർമ്മയിൽ തെളിയുന്നു. അങ്ങനെ ഒരു ഡമ്മി വരി ചെയ്തിട്ട് ആ ട്യൂണ് അങ്ങനെ മനസ്സിൽ കണ്ടു. അങ്ങനെ ഷിബു ചക്രവർത്തി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ഒരുപാട് നല്ല ഹിറ്റ് ഗാനങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ആളാണ്. പാടം പൂത്ത കാലം, അത്തരത്തിലുള്ള മോഹൻലാലിൻ്റെ ഒരുപാട് സിനിമകളിൽ നല്ല നല്ല പാട്ടുകൾ എഴുതിയിട്ടുള്ള ആളാണ് ഷിബു ചക്രവർത്തി. അദ്ദേഹവുമായിട്ട് ഞാൻ കണ്ടു, സംസാരിച്ചു. ഞങ്ങൾ ദുബൈയിലൊരു സ്ഥലത്തിരുന്നു. ഒരു റെസ്റ്റോറൻറ്റ്, കോഫി ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ടേബിളൊക്കെ ഇട്ട് ഞാനും യൂസഫ് ലെൻസ്മാൻ, എൻ്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹവും ഞാനും ഷിബു ചക്രവർത്തി കൂടി ഇരുന്നു. ഞാൻ ഈ ട്യൂൺ ഇങ്ങനെ മൂളി കൊടുത്തു. അപ്പോൾ മൂളി കൊടുത്തപ്പോൾ വീണ്ടും അയാൾ ഇങ്ങനെ കേട്ടു, ഒന്നുകൂടി പാടും ഇങ്ങനെ ഞാൻ എൻ്റെ വരികളൊക്കെ മൂളി കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഡമ്മി വരികൾ വേണ്ട, എനിക്ക് വെറുതെ മൂളിയാൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ലാ 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 ലാ. അപ്പോൾ അദ്ദേഹം പേന എഴുതാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഓണം നിലാവ് ഓർമ്മകളിൽ തെളിയും മുറ്റത്തെ ചക്കരമാവുന്നു, ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള സംഭവമാണ് ഞാൻ എഴുതിച്ചത്. പക്ഷെ ഒന്നും അയാൾക്ക് വേണ്ട. ആ രീതി എന്താ ഷിബു ചക്രവർത്തി. മുറ്റത്തെ ചക്കരമാവിൽ
മടിത്തട്ടില് പൊന്നൂഞ്ഞാലിട്ടൊന്ന് നൽകാമോ? പൂത്തേടും പുണ്യം പോയൊരു ബാല്യത്തെ കൊണ്ട് തായോ പോയ ചില എഴുത്തുകാരുടെ ഗാനങ്ങൾ എഴുതുന്ന ആളുകളുടെ ഒരു പ്രത്യേക ഒരു മികവ് കഴിവെന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ചില ഉദാഹരണങ്ങളുണ്ട്. പിന്നെ പറയാച്ചുകൾ MD രാജേന്ദ്രൻ സാർ, തൃശ്ശൂർക്കാരനായിട്ടുള്ള MDR, ഒരുപാട് മലയാള സിനിമകളിൽ നല്ല നല്ല പാട്ടുകൾ എഴുതിയിട്ടുള്ള ഹിറ്റായിട്ടുള്ള ഗാനങ്ങൾ എഴുതിയിട്ടുള്ള MD രാജേന്ദ്രൻ. അദ്ദേഹവുമായിട്ട് ഞാനിങ്ങനെ ഇരുന്നു. എൻ്റെ ഒരു പാട്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ട്, ഞാൻ പാട്ട് ട്യൂൺ ചെയ്തിട്ട് അദ്ദേഹത്തിനോട് എഴുതാൻ പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ജോലി മാധവൻ ഇടപ്പാട്, ഞങ്ങൾ 3 പേര് ഇരുന്നിട്ട് ആ പാട്ടിൻ്റെ ഒരു കമ്പോസിഷനും അതിൻ്റെ ഒരു രചനയും നടക്കുക. അപ്പോൾ എന്നെ മൂളി കൊടുത്തു പാട്ട്. അപ്പോൾ അദ്ദേഹം എഴുതി വെച്ചു. എൻ്റെ പല്ലവി ഇങ്ങനെ ആയിരുന്നു: മഴവില്ലിൻ നിറമോലും മാണിക്യ കൊട്ടാരം, കൊട്ടാരച്ചിപ്പിൻ്റെ മണിമച്ചക ശയ്യകളിൽ നിറനിലാവ് സഹാന പാടും. അദ്ദേഹം അങ്ങനെ എൻ്റെ വരികൾ എഴുതി. അകതാരേ ഒരു രാവേ ആരോരും കാണാതെ അനുരാഗപ്പൂനുള്ള കുളിർക്കാറ്റായി വന്നവനെ നിന്റെ രാഗമതൊന്നു മാത്രം. അദ്ദേഹം എഴുതിയിട്ട് എൻ്റെ മുഖത്ത് നിന്റെ രാഗമതൊന്നു മാത്രം. അപ്പം അതിൻ്റെ ബാക്കി എഴുതില്ല, അതെൻ്റെ മുഖത്ത് നോക്കുന്നു. അത് മതിയൊന്നും വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ അത് മതി, ധാരാളം, നല്ല രസമായിട്ട് ആ കറക്റ്റ് ഞാൻ കമ്പോസ് ഉള്ള മാത്രക്കനുസരിച്ച് ഉള്ള സാധനമാണ്, അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അടുത്ത വരി എഴുതുന്നു: അത് മതി സുഖമിനി ഈ ജന്മം, അത് മതി സുഖമിനി ഈ ജന്മം. അടുത്ത വരികൾ അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ഒരു സ്പാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചേഷ്ട, നമ്മുടെ ഒരു മുഖം, ഒരു ചിത്രം, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ രചയിതാക്കൾക്ക് അവരുടെ വരികൾ കിട്ടുന്നുള്ളതാണ് ഞാൻ കണ്ടത്. പെട്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞ അത് മതിയെന്ന്, അദ്ദേഹം അതോട് വെച്ചിട്ട് വരികൾ ഉണ്ടാക്കി. അത് മതി സുഖമിനി ഈ ജന്മം. ആ പാട്ടാണ് കേൾക്കുന്നത്. മഴവില്ലിൻ നിറമോലും മാണിക്യ കൊട്ടാരം, കൊട്ടാരക്കെട്ടിൻ്റെ കുഴമച്ചക ശയ്യകളിൽ നിറനിലാവു ശഹാന പാടും അനുപമ ശ്രുതിലയ മണിയറ വീണകളിൽ. MD രാജേന്ദ്രൻ, എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ. ഒരുപാട് നല്ല പാട്ടുകൾ മലയാള സിനിമയ്ക്ക് സമ്പാദിച്ചിട്ടുള്ള MD രാജേന്ദ്രൻ. മഴ പെയ്യണ പോലെയാണ് ഈ പാട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് മ്യൂസിക് ഡയറക്ടേഴ്സ് എങ്ങനെ ചെയ്തതാണ്. അതുപോലെ വരികൾ എഴുതി കൊടുത്തിട്ട് ഇതിനകത്ത് പ്രണയം വേണം, നിരാശ വേണം, വിരഹം വേണം, സന്തോഷം വേണം, വേർപാട് വേണം, നല്ല മെലഡി ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന പാട്ടുകളാണ്. രാജഹംസമേ രാരാരാ രാരാരാ രാരാരാ. ഇതൊക്കെ ജോൺസൺ മാഷ് ചെയ്യുമ്പം അതിനകത്ത് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വരുത്തണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വരുത്തിയിട്ടാണ് ചെയ്തത്. ആ പാട്ടുകളുടെ, ആ വരികളുടെ അർത്ഥത്തിനനുസരിച്ച്, അതിൻ്റെ മൂഡിനനുസരിച്ച്, ആ സിനിമയിലുള്ള സിറ്റുവേഷനനുസരിച്ച്, അതുപോലെ തന്നെ പ്രഭാതം പൊട്ടി ഉണരുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്ന പാട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില പാട്ടുകളൊക്കെ സംഗീത സംവേദനയ്ക്ക് എഴുത്തുകാർ കൊടുക്കുന്നൊരു വല്ലാത്തൊരു കൺസെപ്റ്റ് ഉണ്ട്. ദേവരാജ മാഷ പുറത്തെ ആൾക്കാർക്ക് പുലരി തോ മഞ്ഞു തൊള്ളി പുഞ്ചിരിയിട്ടു പ്രപഞ്ചം
അതിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ എന്താ പ്രഭാതം ഇങ്ങനെ ഈ മലകളുടെ ഇടയിൽ, കുന്നുകളുടെ ഇടയിൽ, മരങ്ങളുടെ ഇടയിൽ, പച്ചപ്പിൻ്റെ ഇടയിൽ പ്രഭാതം പൊട്ടി വിടർന്ന ആ സൂര്യകിരണങ്ങൾ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് നമ്മുടെ ദേഹത്തേക്ക് പതിക്കുന്ന പോലത്തെ ഫീലാണ് വരിക. അത്തരത്തിലുള്ള സംഗീത സംവിധായകരും എഴുത്തരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം. ഇപ്പോഴത്തെ പുതിയ തലമുറ എഴുത്തുകാരെ പറ്റിയോ സംഗീത സംവിധായകരെ പറ്റിയോ ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷേ എങ്കിൽ തന്നെയും ജോൺസൺ മാഷും പിന്നെ രവീന്ദ്ര മാഷും ദേവരാജ മാഷും അവരുടെയൊക്കെ പാട്ടുകൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ KJ ജോയ്, ശ്യാം സാർ, ഇവരുടെയൊക്കെ പാട്ടുകൾ എന്തൊരു മനോഹരമാണ്, എന്തൊരു ഭംഗിയാണ്, എന്തൊരു ആസ്വാദ്യകരമാണ്, എന്തൊരു സംഗീതമയമാണ്. എത്ര കേട്ടാലും മതിയാവാത്ത ഓർക്കസ്ട്രേഷനാണ്. അതിപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരിക്കാം. പാട്ടിനെ പറ്റി, സംഗീതത്തെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ അത് കേൾക്കാൻ രസം. ആ രസത്തിൽ കൂടെ ഞാൻ നിങ്ങളുടെ കൂടെ പങ്കുവെച്ചു, നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തു എന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ സംഗീതവുമായി ബന്ധപ്പെട്ട ഈ ഒരു എപ്പിസോഡ് എന്താ പറയുക, ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ പറയാനൊന്നുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ അറിയുന്നൊക്കെ പറയാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും സന്തോഷം, സ്നേഹം. എപ്പിസോഡ് നമുക്ക് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കാം. വീണ്ടും വരും, നമ്മൾ വീണ്ടും കാണും. എല്ലാവർക്കും വണ്ടി നിർത്തിയിട്ട് സല്യൂട്ട്. താങ്ക് യു.